നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അൽബനി. ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽബനി ഫിസിയോ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തക്ക രീതിയിൽ നമ്മളുടെ ഇന്നത്തെ കാലത്ത് കാണുന്ന പല അസുഖങ്ങൾക്കും ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എങ്ങനെ വീടുകളിൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വ്യായാമ മുറകൾ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ കൊണ്ട്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, IT പ്രൊഫഷൻസിലുള്ള ആൾക്കാരുണ്ട്, പല മേഖലകളിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം മെയിനായിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തുവേദന ഉണ്ടാകും. ഈ കഴുത്തുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിന് മാത്രം എക്സസൈസ് കൊടുക്കാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കൈയുടെ മസിൽ വരുത്താൻ വേണ്ടി നമ്മൾ എക്സസൈസ് കൊടുക്കും, നമ്മുടെ തൈസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസ് കൊടുക്കും. പക്ഷേ കഴുത്തിന് വേണ്ടി ആരും എക്സസൈസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഒരു പ്രൊഫഷണൽ ഇരിക്കുമ്പോൾ IT പ്രൊഫഷണലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കിലാണെങ്കിലും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് നമ്മളിവിടെ ആ കഴുത്തിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കഴുത്തിന് നമ്മളോട് എക്സസൈസ് കൊടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല ഇതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഈ കഴുത്തിന് വേദനയായിട്ട് തുടങ്ങിയ ഈ ഒരു കാര്യം പിന്നെ കയ്യിലേക്ക് തരിപ്പ് വരാം, പിന്നെ പെരുപ്പ് വരാം. ഇത് പിന്നെ ഒരു സർജറിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വളരെ ലഘുവായ വ്യായാമ മുറകൾ കൊണ്ട് നമ്മൾക്ക് മാറ്റുവാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ വീടുകളിൽ ചെയ്യാൻ പറ്റും. അതുപോലെ മുട്ടുവേദനയുണ്ട്. ഇപ്പോൾ അങ്ങനെ പല അതായത് നടുവേദന, മുട്ടുവേദന, ഇതെല്ലാം ചെറുപ്പക്കാരൻ മുതൽ എല്ലാവർക്കും വരാവുന്ന ഒരു കേസുകളാണ്. ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലാണ് 16 വയസ്സ് മുതൽ തന്നെ ആളുകൾക്ക് ഇങ്ങനെയുള്ള വേദനകളൊക്കെ കൊണ്ട് ക്ലിനിക്കിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെക്കൊണ്ട് ആകാവുന്ന രീതിയിൽ എൻ്റെ അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലപ്രദമാകത്തക്ക രീതിയിൽ തന്നെ നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കും. ഉടൻ തന്നെ ഞാൻ അതിൻ്റെ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.